അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ, ദുനിയാവും ആഖിറത്തിലും ഖൈറും ബറക്കത്തും നൽകട്ടെ. ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള മാതിരി ഡേറ്റിങ്ങും അതേമാതിരി ലിവിങ് ടുഗദറൊന്നും പറ്റില്ലല്ലോ. ഒരു ഭർത്താവും ഭാര്യയും ജീവിക്കണമെങ്കിൽ അതൊന്നും പറ്റത്തില്ല. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസ് പോയിട്ട് ഒപ്പിട്ടാലും മതിയാവില്ല. അപ്പോൾ ഒരു പെണ്ണും ആണും കൂടി ഒത്ത് പ്രേമത്തിലോ പ്രിയത്തിലോ രജിസ്റ്റർ ഓഫീസ് പോയി ഒപ്പിട്ട് കല്യാണം കഴിച്ചാൽ എന്താ സ്ഥിതി? ഹറാമാണ്. കാരണം വലിയ വേണം, ഷാഹിദ് വേണം. വലിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ. ഇനി വലിയുണ്ട്, സാക്ഷികളില്ലെങ്കിലും കുഴപ്പമില്ല, മാലിക്കി മദ്ഹബ് തഖ്ലീദ് ചെയ്തിട്ടാണെങ്കിൽ. രണ്ടും ഇല്ലാത്തൊരവസ്ഥ വരരുത്. കാരണം അങ്ങനെ ഒരു മദ്ഹബ് ഇവിടെ ഇല്ലല്ലോ. വലിയും ഷാഹിദ് രണ്ടും കൂടെ അല്ലാത്ത മദ്ഹബ്, ഇതിനാണ് തൽഫീഖുൽ മദ്ഹബ് എന്ന് പറയാം. കുറച്ചൊക്കെ തിരിയുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക. തൽഫീഖ് മദ്ഹബ് ഹറാമാണ്, തൽഫീഖ് മദ്ഹബ് ഹറാമാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? രണ്ട് മദ്ഹബിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആരും പറയാത്ത മൂന്നാമത്തെ ഒരു അഭിപ്രായം ഉണ്ടാക്കുക. അതിൽ പെട്ടതാണ് വലിയും ഷാഹിദൈനിയും ഇല്ലാത്ത നിക്കാഹ് എന്ന് പറയുന്നത്. ഹറാമാണ്. ഹദ് ഉണ്ടാകും, വ്യഭിചാരത്തിൻ്റെ ശിക്ഷ ഉണ്ടാകും. അതിനുണ്ടാകുന്ന കുട്ടികൾ വ്യഭിചാരത്തിലുണ്ടായ കുട്ടികളാണ്. അപ്പം അങ്ങനെ വത്ത് ചെയ്തു എന്നൊക്കെ അങ്ങനെ നിക്കാഹ് നടത്തിയിട്ട് എന്നാൽ മഹർ മിസ്ൽ കൊടുക്കേണ്ടി വരും സ്ത്രീ. ഇപ്പം നിക്കാഹ് ചെയ്തു, ഒരു ശുഭ ഉണ്ടല്ലോ, അപ്പോൾ മഹർ മിസ്ൽ പെണ്ണ് കൊടുക്കാൻ അവകാശം ഉണ്ടാവും. നേരത്തെ നിശ്ചയിച്ച മഹറല്ല കൊടുക്കേണ്ടത്. നിശ്ചയിച്ച മഹറിന് മുസമ്മ എന്നാണ് പറയപ്പെട്ടത്. അപ്പോൾ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ആ നിക്കാഹിന് നിൽക്കുന്നത്. അതുകൊണ്ട് അവന് കോടതി തഅ്സീർ കൊടുക്കും. ഹദ് എന്ന് പറഞ്ഞാൽ ശരിയാത്ത് നിശ്ചയിക്കുന്ന നിശ്ചിത ശിക്ഷയാണ്. എറിഞ്ഞു കൊല്ലുക, ഒരു കൊല്ലം നാട് കടത്തുക എന്നുള്ളതൊക്കെ. അതിൻ്റെ താഴെ ഖാദി, ഭരണാധികാരി, ജഡ്ജി, ഭരണകൂടം നിശ്ചയിക്കുന്ന ഒരു ശിക്ഷയുടെ പേരാണ് തഅ്സീർ. വലോ വത്തിഅ, ഒരാൾ വത്ത് ചെയ്തു ഫീ നിക്കാഹിൻ, നിക്കാഹിൽ വലിയും വലിയില്ലാതെ ഷാഹിദും കാൻ സബ്ബജത്ത് നഫ്സഹ, അവളെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. വലം യഹ്കും ഹാക്കിമും ബിസിഹത്തിഹി വലാ ബിബുത്ലാനി, അത് സഹിയാണ് എന്നോ ബാത്തിലാണ് എന്നോ ഒരു ഭരണാധികാരി വിധിച്ചതുമില്ല. അതായത് ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തിട്ടുമില്ല ഈ പെണ്ണ്. അത് ബാത്തിലാണെന്നോ സഹിയാണ് എന്നോ ഒരു ഹാക്കിം വിധിച്ചിട്ടുമില്ലെങ്കിൽ ലസിമഹു മഹറുൽ മിസ്ലി, മഹറുൽ മിസ്ലി നിർബന്ധമാകും. ദൂനൽ മുസമ്മ, പറയപ്പെട്ട നിശ്ചയിക്കപ്പെട്ട മഹർ അല്ലാതെ. ഈ ഫസാദ് നിക്കാഹ് അസാധുവായതുകൊണ്ട്. വയാൻസറു ബിഹി മുഅ്തഖിദു തഹരീമി, ഹറാമാണെന്ന് വിശ്വസിക്കുന്നവനെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. യസ്ഖുതു അൻഹുൽ ഹദ്ദ്, പക്ഷേ ഹദ്ദ് ഉണ്ടാവില്ല, ശിക്ഷ ഉണ്ടാവില്ല. കാരണം ഷാഹിദ് ഉണ്ടല്ലോ, സാക്ഷി ഉണ്ടല്ലോ, വലിയല്ല ഇല്ലാത്തത്. അപ്പോൾ ഹദ്ദ് ഉണ്ടാവില്ല. ഹദ്ദ് ഉണ്ടാകണമെങ്കിൽ എറിഞ്ഞു കൊല്ലുക, 100 അടി അടിക്കുക എന്നുള്ള ശിക്ഷ ഉണ്ടാവണമെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത വിഷയത്തിൽ മാത്രമേ. അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഹദ്ദും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നിക്കാഹൊക്കെ സഹിയാകും ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ. ഷാഫി മദ്ഹബിൻ്റെ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഒരു പെണ്ണ് വന്നിട്ട് ഖാദിനോട് പറയണം എന്നെ കെട്ടിച്ചു തരണം. അപ്പോൾ ഖാദിയോട് ചോദിച്ചു, എനിക്ക് എൻ്റെ കല്യാണത്തിലോ നിക്കാഹും ഇന്ത്യയിലൊന്നും അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞാൽ ഖാദിക്ക് അത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ നാട്ടിൽ ഭർത്താവ് ഇല്ലാത്ത പെണ്ണ് വന്ന് പറയണം കേട്ടോ. ഖാദിയർക്ക് ഇപ്പോൾ അതൊക്കെ അറിയാമല്ലോ. നാട്ടിൽ ഭർത്താവൊക്കെ ഉണ്ട് എന്ന് അറിയപ്പെട്ട പെണ്ണാണെങ്കിൽ പിന്നെ ആ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളത് സാക്ഷികൾ മുഖേന ഖാദിയുടെ മുന്നിൽ സ്ഥിരപ്പെടണം. യജൂസിന് ഖാദിക്ക് അനുവദനീയമാണ് തസ്വീജു മൻ ഖാലത്ത്, ഒരു സ്ത്രീയെ കെട്ടിക്കാൻ. അവൾ പറഞ്ഞു അന ഖലിയത്തുൻ അൻ നിക്കാഹിൻ ബിദ്ദത്തി, ഞാൻ ഒരാളുടെയും ഭാര്യയല്ല, നിക്കാഹിലല്ല, ഇദ്ദയിലുമല്ല എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ തൊല്ലഖനി സൗജി വഅ്തദത്തു, ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ എന്നെ ത്വലാഖ് ചൊല്ലി ഞാൻ എദ്ദ ഇരുന്നിട്ടുണ്ട്. എത്തദ്ദ എന്ന് പറഞ്ഞാൽ എദ്ദയിരുന്നു, സർഫാക്കിയാൽ എത്തദത്തു എത്തദതിനാന്ന് കിട്ടും. ആ എദ്ദയും ഇരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കൽ അനുവദനീയമാണ്. പക്ഷേ മാലം യാരിഫ് ലഹാ സൗജൻ, അവൾക്ക് ഒരു നിശ്ചിത ഭർത്താവുണ്ട് എന്ന് ഖാദിക്ക് അറിയില്ലെങ്കിൽ, ഒരു മുഅയ്യനായ ഭർത്താവ്, മുഅയ്യനൻ എന്നുള്ളത് ശ്രദ്ധിക്കാം. നാട്ടിലെ മുഹമ്മദാണ് അല്ലെങ്കിൽ നാട്ടിലെ അബ്ദുള്ളയാണ് അവളെ ഭർത്താവ് എന്ന് ഖാദിക്ക് അറിയും. നിശ്ചിത ഭർത്താവുണ്ട് എന്ന് അറിയില്ലെങ്കിൽ, വൈല്ല അപ്രകാരമല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വൈൻ അറഫ ലഹാ സൗജൻ, അവളുടെ ഭർത്താവിനെ ഖാദിക്ക് അറിയും. ബിസ്മിഹി പേര് കൊണ്ടോ ഷഖ്സിഹി വ്യക്തി എന്ന രീതിയിലോ, അതൊന്നും അല്ലെങ്കിൽ അയ്യനത്തുഹു അവൾ തന്നെ അയാൾക്ക് ഖാദിക്ക് നിർണയിച്ചു കൊടുത്തു. ഇങ്ങനെ എന്തോ ഭർത്താവിന് അറിയുമെങ്കിൽ ശുരിത ഫി സിഹത്തി തസ്വീജിൽ ഹാക്കിമിലഹ, ഹാക്കിമിന് അഥവാ ഖാദിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കൽ സ്വഹിയാവണമെങ്കിൽ നിർബന്ധമാണ്. ഇതിന് വലിയ ഖാസായ വലിയ ഷർത്തില്ല കേട്ടോ, ഖാദി അല്ലാത്ത മറ്റ് വലിയ ഷർത്തില്ല, ഇത് ഖാദിക്ക് മാത്രമുള്ളതാണ്. ശുരിത സിഹത്തി തസ്വീജ്, ഹാക്കിമിന് അവളെ കെട്ടിച്ചു കൊടുക്കൽ സ്വഹിയാവുന്നതിന് ഷർത്താണ് ഇസ്ബാത്തുല്ലി ഫിറാഖിഹി, ആ ഭർത്താവ്, ഖാദിക്കറിയുന്ന ആ ഭർത്താവ് അല്ലെങ്കിൽ അവൾ പറഞ്ഞ ആ ഭർത്താവ് അവളെ മൊഴി ചൊല്ലിയിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തൽ ഷർത്താണ്. ബിനഹ്വി തലാഖിൻ, തലാഖ് കൊണ്ടോ മരണം കൊണ്ടോ, സവാഉൻ ഖാബ ഔ ഹദറ, നാട്ടിലുള്ള ആളാണെങ്കിലും നാട്ടിൻ്റെ പുറത്തുള്ള ആളാണെങ്കിലും അവളെ മൊഴി ചൊല്ലിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തൽ ഷർത്താകുന്നു. പക്ഷെ നിശ്ചിത ഭർത്താവിൻ്റെ കാര്യത്തിലാണ് ഈ വിഷയം. നിശ്ചിത ഭർത്താവ് അല്ലെങ്കിലോ, നിശ്ചിത ഭർത്താവുണ്ട് എന്നറിയുന്ന സന്ദർഭത്തിലാണ് അത് സ്ഥിരപ്പെടുത്തേണ്ടത്. അതല്ലെങ്കിൽ അത് ഷർത്തൊന്നുമില്ല, സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ പറഞ്ഞാൽ കേട്ടാൽ മതി. ഞാൻ നിക്കാഹിലൊന്നുമല്ല, ഞാൻ ഇദ്ദയിലൊന്നും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിശ്ചിത ഭർത്താവിനെ ഖാദിക്ക് അറിയൊന്നുമില്ലെങ്കിൽ പിന്നെ സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊന്നും വ്യത്യാസമുണ്ട്. നിശ്ചിത ഭർത്താവുണ്ട് എന്നറിയുന്നതും മുഅയ്യനായ ഭർത്താവും മുഅയ്യനല്ലാത്ത ഭർത്താവും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിലാകുക, ഭർത്താവുണ്ടോ അല്ലേ എന്നാൽ നോക്കേണ്ടേ ഉള്ളൂ. സബുക്ക് സൗജിയത്ത്, മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നു അല്ലേ എന്നല്ലേ ശരിക്കും നോക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ അസലനുസരിച്ച് അമൽ ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകം ഭർത്താവിനെ തന്നെ പറയുമ്പോൾ പിന്നെ അവിടെ സൂക്ഷ്മത ആവശ്യമാണ്. അതുകൊണ്ടാണ് വ്യത്യാസം വന്നത്. അതുകൊണ്ടാണ് നിശ്ചിത ഭർത്താവിനെ ആവുമ്പോൾ സ്ഥിരപ്പെടുത്തണമെന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല, അവൻ നിശ്ചിത ഭർത്താവിൻ്റെ പേര് അവൾ പറയുമ്പോൾ അയാൾക്കെതിരെയുള്ളൊരു വാദവും കൂടി അവിടെ നടക്കുന്നുണ്ടല്ലോ കോടതിയിൽ. അയാൾ എന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നൊരു വാദം കൂടെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് പെണ്ണിനോട് പറയാൻ പറ്റും, നീ സാക്ഷികൾ മുഖേന കോടതിയിൽ സ്ഥിരപ്പെടുത്തണം. അതേ സമയത്ത് നിശ്ചിത ഭർത്താവൊന്നും അല്ല, അങ്ങനെ ഭർത്താവിനൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഖാദിക്ക് അവിടെ അവളെ വാക്ക് മതി. എനിക്ക് ഭർത്താവൊന്നുമില്ല എന്നുള്ള വാക്ക് മതി. കാരണം ഓരോ ഇടപാടുകളിലും ആരാണോ ഇടപാട് നടത്തിയത് അവരാണ് അതേ കാര്യം പറയേണ്ടത്. ഈ വിഷയമാണ് പറയുന്നത്. നിശ്ചിത ഭർത്താവുമ്പോഴും നിർണീത ഭർത്താവ് അല്ലാതിരിക്കുമ്പോഴുമുള്ള മസ്തലയിലെ വ്യത്യാസമാണ് ഈ പറയുന്നത്. ഒരു നിശ്ചിത ഭർത്താവ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഖാലിദ് എന്ന് പറയുന്ന ഭർത്താവ് ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെടുത്താൻ പെണ്ണിന് ബാധ്യതയുള്ളൂ. അങ്ങനെയല്ല, മുമ്പ് വിവാഹിതി ആയിരുന്നു എന്ന് മാത്രമേ അറിയൂ, ആരാ ഭർത്താവ് എന്നൊന്നും അറിയില്ല, അവൾ പറഞ്ഞും ചെയ്തു എനിക്കിപ്പോൾ ഞാൻ ബന്ധമൊന്നുമില്ല, എനിക്ക് ഭർത്താവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഉണ്ട് കേട്ടോ, പിന്നെ ഭർത്താവുണ്ട് എന്ന് വെളിപ്പെട്ടാൽ എന്താണ് ഹുക്കും എന്നുള്ളതൊക്കെ വേറെ മസലയാണ്, നമുക്ക് പിന്നെ പറയാം. വൈനമ ഫറോഖ് ബൈനൽ മുഅയ്യനി ബഗൈരി, നിർണയിക്കപ്പെട്ട ഭർത്താവും നിർണയിക്കപ്പെട്ടതല്ലാത്ത ഭർത്താവും തമ്മിലുള്ള ഈ മസ്അലയിലെ വ്യത്യാസം അവർ പറയാൻ കാരണം, വ്യത്യാസപ്പെടുത്തിയത് സത്യത്തിൽ വ്യത്യാസപ്പെടുത്തേണ്ടതില്ലല്ലോ, രണ്ടും അവൾ സ്ഥിരപ്പെടുത്തണ്ടേ. മാനൽ മദാറ, ശരിക്ക് മദാറ് അസ്ല് അടിസ്ഥാനം അല്ല ഇൽമു ബി സബഖി സൗജിയത്തി ഔ ബിയാന, മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ എന്നറിയലാണല്ലോ ശരിക്ക്.
ഹത്താ യുഅമല ബിൽ അസ്രി ഫീ കുല്ലി മിൻഹുമ. അപ്പം മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്ഥിരപ്പെടുത്തണം. ഭർത്താവ് ഉണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ സ്ഥിരപ്പെടുത്തണ്ട. അതിലടിസ്ഥാനം പിടിച്ച് പ്രവർത്തിക്കുകയാണല്ലോ വേണ്ടത്. ഹത്താ യുഅമല അങ്ങനെ പ്രവർത്തിക്കുകയാണല്ലോ വേണ്ടത്. ബിൽ അസ്രി ഫീ കുല്ലി മിൻഹുമ, രണ്ടിലും അടിസ്ഥാനം എന്താണോ അത്. ഭർത്താവ് ഉണ്ടായിരുന്നാണെങ്കിൽ സ്ഥിരപ്പെടുത്തണം. ഭർത്താവ് ഉണ്ടായില്ല എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ സ്ഥിരപ്പെടുത്തേണ്ടതില്ല. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഭർത്താവിന് പ്രത്യേകമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ സാക്ഷികൾ മുഖേന ആ വിവാഹബന്ധം ഇല്ല എന്ന് സ്ഥിരപ്പെടുത്താൻ ബാധ്യതയുണ്ട് എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്താൻ കാരണം ശരിക്കും ശ്രദ്ധിക്കണേ. ലിഅന്നൽ ഖാദി ലമ്മ തഅയ്യന സൗജു ഇൻദഹു ബിസ്മിഹി ഔ ശഖ്സിഹി, അവളെ ഭർത്താവ് ആരായിരുന്നു എന്ന് പേരുകൊണ്ടോ വ്യക്തി എന്ന രീതിയിലോ നിർണിതമായപ്പോൾ തഅക്കദ ലഹുൽ ഇഹ്തിയാത്തു, സൂക്ഷ്മത അയാൾക്ക് നിർബന്ധമായി തീർന്നു. തഅക്കദ ലഹു, അയാൾക്ക് ഒരു അധികമായ സൂക്ഷ്മത പാലിക്കൽ നിർബന്ധമായി തീർന്നു. വൽ അമലു ബി അസ്രി ബഖായി സൗജിയത്തി, ആ ഭാര്യാഭർത്തൃ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന അസ്ലനുസരിച്ച് പ്രവർത്തിക്കലും നിർബന്ധമായി. ആയതിനാൽ ഫസ്തുരിത സബൂത്തു, സാക്ഷികൾ മുഖേന ആ ബന്ധം ഒഴിവായിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തൽ ഷർത്തായി. വലിയന്നഹ, മാത്രമല്ല ലമ്മാ ദക്കറത്ത് മുഅയ്യനൻ ബിസ്മിൽ അലമി, പേര് പറഞ്ഞിട്ട് നേരത്തെയുള്ള ഭർത്താവിനെ നിർണയിച്ചപ്പോൾ കഅന്നഹ്ദഅത്ത് അലൈഹി, അത് അയാൾക്കെതിരെയുള്ള ഒരു വാദം പോലെയാണ്. ഇതിനെ വാദം പോലെ എന്ന് പറയുന്നത് ബൽ സറഹു ബി അന്നഹ അലൈഹി, മാത്രമല്ല വാദം പോലെ എന്ന് പറഞ്ഞാൽ പോരെ, പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് അയാൾക്കെതിരെയുള്ള ഒരു വാദമാണ് എന്നുകൂടിയാണ്. ആയതിനാൽ ഫലാബുദ്ദ മിൻ ഇസ്ബാത്തി ദാലിക, അത് അവൾ സ്ഥാപിക്കൽ നിർബന്ധമാണ് സാക്ഷികൾ മുഖേന. അതേസമയത്ത് ബിഖിലാഫിമായിദ അറഫ മുത്തലഖ സൗജിയത്തി, അവർക്കിടയിൽ മുമ്പ് വിവാഹബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രം അറിയുമ്പോൾ മിൻ ഗൈരി തഅയ്യിനിൻ ബിമാ ദുക്കിറ, ഭർത്താവിൻ്റെ പേര് കൊണ്ടോ മറ്റോ നിർണ്ണയിക്കപ്പെടാതെ അവിടെ ഫക്തഫാ ബി ഇഖ്ബാരിഹ, അവൾ പറഞ്ഞാൽ മതി. ബിൽ ഖുലൂവി അനിൽ മവാനി, തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇതാ തടസ്സം, ഇതല്ല സൗജിയത്തുല്ല. ഈ ഖൗലിൽ അസ്ഹാബി, കാരണം അസ്ഹാബ് പറഞ്ഞിരിക്കുന്നു ഇന്നൽ ഇബറത ബിൽ ഉഖ്ദ, അഖ്ദുകളിലൊക്കെ ഉണ്ടോ അല്ലേ എന്നൊക്കെ പറയാൻ പരിഗണിക്കപ്പെടുക ബി ഖൗലി അർബാബിഹ, ആ അഖ്ദ് നടത്തിയവരുടെ വാക്കാണ്. റബ്ബ്, അസ്ഹാബ്. ഇതിപ്പോൾ ഖാദിൻ്റെ ഒരു വിഷയമാണ്. ഖാദിൻ്റെ മുന്നിലിപ്പോൾ ഞാൻ ഇന്ത്യയിലും അല്ല വേറെ വിവാഹത്തിലും അല്ല എന്ന് പറഞ്ഞാൽ ഖാദിക്ക് അവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയോ അവൾ പറയുന്നത് ശരിയാണ് എന്ന് വലിയന് തോന്നുന്നുണ്ടെങ്കിൽ കെട്ടിക്കാം. അവിടെ തലാഖ് സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, സത്യം ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മുമ്പത്തെ ഭർത്താവിനെ അറിയാം ഇയാൾക്ക്. അപ്പോൾ അവൾ പറയണില്ല ഇന്ത്യയും തലാഖ് കഴിഞ്ഞിരുന്ന് പറഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കാനേ. എന്നാലും സുന്നത്തുണ്ട് സ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെടാൻ. അത് ഖാദിയും വലിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. ഖാദി ഒരു പൊതു കാര്യം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളതിൽ കുറച്ച് സൂക്ഷ്മത പാലിക്കണം. അപ്പോൾ നിർണിത ഭർത്താവുമ്പം അയാൾ സാക്ഷ്യപ്പെടുത്താൻ പറയണം, അല്ലെങ്കിൽ വേണ്ട. വലിയാകുമ്പോൾ പിന്നെ നിർണ്ണയിക്കപ്പെട്ട ഭർത്താവിനെ അറിയെങ്കിലും ഇല്ലെങ്കിലും അവിടെ വാക്കെടുത്തിട്ട് വലിയന് കെട്ടിക്കാവുന്നതാണ്. സത്യമാണെന്ന് അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മല വലിയ ഖാസും. അപ്പോൾ സ്വകാര്യ വലിയ, പൊതു വലിയല്ല, പ്രൈവറ്റ് വലിയ. അപ്പോൾ ഇസംബിജുഹ, അയാൾക്ക് അവളെ കെട്ടിക്കാം. ഞാൻ നിക്കാഹിലും അല്ല ഇന്ത്യയിലുമല്ല എന്ന് പറഞ്ഞാൽ കെട്ടിക്കാം. ഇൻ സ്വദ്ദഖഹ, അവൾ പറയുന്നത് അയാൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. വൈൻ അറഫ സൗജഹല്ല പല, അവളുടെ ആദ്യത്തെ ഭർത്താവിനെ അറിയുമെങ്കിൽ പോലും കെട്ടിക്കാം. മിൻ ഗൈരി ഇസ്ബാത്തി തലാഖിന് വരായ മീനിൻ, തലാഖിന് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെടുത്താതെയും അവളെ സത്യം ചെയ്യിപ്പിക്കാതെയും. ലാക്കിൻ ബട്ട് യുസന്നുലഹു, അയാൾക്ക് സുന്നത്താണ്. ഖാദിൻ, ഖാദിയെ പോലെ തന്നെ. നമ്മെ ആരിഫ് സോജഹ, ഭർത്താവിനെ അറിയാത്ത ഖാദിക്ക് സുന്നത്തുള്ളത് പോലെ തന്നെ സുന്നത്താണ് തലബ് ഇസ്ബാത്തി താരിഖ്, അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവളോട് ആവശ്യപ്പെടൽ. ഇപ്പം നിർണിത ഭർത്താവില്ല എന്നറിയുന്ന ഖാദിക്കിപ്പോൾ സാക്ഷികൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടൽ നിർബന്ധമല്ല, പക്ഷേ സുന്നത്താണ്. എന്നതുപോലെ ഈ വാപ്പാക്കും പൊതുവെ സുന്നത്തുണ്ട്. അയാൾക്ക് നുസന്നുലഹു, അയാൾക്ക് സുന്നത്തുണ്ട്. ഖാദില്ല ആരിഫ് സോജ, ഭർത്താവിനെ അറിയാത്ത ഖാദിക്ക് സുന്നത്തുള്ളത് പോലെ സുന്നത്താണ്. എന്ത് യുസനുവിൻ്റെ നായിഫാര് തലബ് ഇസ്ബാത്ത് താലിക്ക, വിവാഹബന്ധം മുൻപുള്ള ഭർത്താവിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നതിന് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെടൽ സുന്നത്തുണ്ട്, നിർബന്ധമല്ല. ഓ ഫിരിഖ ബൈനൽ ഖാദി വൽ വലിയ,
ഖാദിൻ്റെയും വലിയിൻ്റെയും ഇടയിൽ വ്യത്യാസമാക്കി ഹൈദ് ഫുസ്സില ബൈനൽ മുഅയ്യനി വൈരിഹി ഫി ദാലിക, അവിടെ മുഅയ്യനായ വലിയാകുമ്പോഴും മുഅയ്യനല്ലാത്ത വലിയാകുമ്പോഴും ഒരു വിശദമാക്കപ്പെട്ടു. രണ്ട് മസല പറയപ്പെട്ടു. ദൂനഹാദ, ഇവിടെ അത് പറഞ്ഞിട്ടില്ല. മുഅയ്യനാണെങ്കിലും മുഅയ്യനല്ലെങ്കിലും പെണ്ണിൻ്റെ വാക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വാപ്പാക്ക് കെട്ടിക്കുക, ഖാസായ വലിന് കെട്ടിക്കുക എന്ന് പറഞ്ഞു. ഖാദിൻ്റെ അടന്തയും മുഅയ്യനല്ലാത്തതിൻ്റെ തഫ്സീലാക്കി ഒരു വിശദമാക്കി പറഞ്ഞു. ഈ രീതിയിൽ ഇങ്ങനെ വ്യത്യാസമാക്കപ്പെടാൻ കാരണം യന്നൽ ഖാദിയ യജിബു അലൈഹി ഇഹ്തിയാതു, ഖാദിക്ക് കൂടുതൽ സൂക്ഷ്മത നിർബന്ധമാണ്. അക്സർ മിനൽ വലിയ, വലിയനേക്കാൾ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ്, നിർബന്ധമാണ്. ഇനി ഔലിയാക്കന്മാരെ ചർച്ചയൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പറയുന്നതെന്ന് അറിയാം, വക്കാലത്തിൻ്റെ വിഷയമാണ്. ആർക്കൊക്കെയാണ് വക്കാലത്താക്കാൻ പറ്റുക? നേരെ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നാട്ടിൽ വലിയില്ലെങ്കിൽ 2 മർഹല അപ്പുറത്താണ്, 90 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഖാദി കെട്ടിക്കാന്ന്. എപ്പോൾ വക്കീലുണ്ടാവുകയാണെങ്കിലോ അപ്പോൾ ഖാദിക്ക് അധികാരം ഉണ്ടാവില്ല. ഇനി നാട്ടിലുള്ള വാപ്പാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? വക്കാലത്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വിശദമായ മസലയാണ് പറയുന്നത്. അങ്ങനെ വക്കാലത്ത് കൊടുത്താൽ, കെട്ടിക്കാൻ വേണ്ടി വക്കാലത്ത് കൊടുത്താൽ വക്കീൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് മസലകളൂടെ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.